അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് ഏറെ വിവാദമായ ഒരു പരാമർശമാണ് കാഫിർ എന്നുള്ള പദം. സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് വളരെ വ്യാപകമായി ചർച്ച ചെയ്യുന്ന ഒരു പദമാണത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ അഹ്ലുസുന്നയുടെ നിലപാട് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ബാധ്യതയാണ്. ഒരു അവിശ്വാസിയെ അവിശ്വാസിയായി തന്നെ കാണാനും ഒരു ബഹുദൈവ വിശ്വാസിയെ ബഹുദൈവ വിശ്വാസിയായി തന്നെ കാണാനും യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു അവിശ്വാസിയെ അവിശ്വാസിയായി കാണാത്തവനും ഒരു കാഫിറിനെ കാഫിറാണെന്ന കാര്യത്തിൽ സംശയം പുലർത്തുന്നവനും യഥാർത്ഥത്തിൽ കാഫിറാണ് എന്നാണ് ഇജ്മാ ആയ അഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരക്കാർ അതിന് തെളിവ് പിടിക്കുന്നത് ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വസ്ഖാ ലം ഫിസാമ ലഹാ. ആർ താഗൂത്തിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവർ ബലമുള്ള ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്, ആ കയറൊരിക്കലും പൊട്ടിപ്പോവുകയില്ല എന്നുള്ള സൂറത്തുൽ ബഖറയിലുള്ള ആയത്താണ് അവർ അതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. എന്നാൽ ഷിർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയോ റസൂലിനെയോ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനെയോ അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ഹദീസിനെയോ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും യഥാർത്ഥത്തിൽ അവിശ്വാസികളാണ്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ അല്ലെങ്കിൽ വിശ്വാസം ഉൾക്കൊണ്ടവനെ കാഫിറായി കാണാൻ പാടില്ല. ഒരാളെ കാഫിർ എന്ന ആരോപണം ഒരാളിൽ ഉന്നയിക്കുമ്പോൾ അയാൾ കാഫിർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരോപിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ ആരാണോ ആരോപിച്ചത് അവനിലേക്ക് തന്നെ അത് മടങ്ങി വരുമെന്നാണ് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ആദ്യകാലത്ത് ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചു പോയ ഖവാരിജുകളായ കക്ഷികളെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ മുഖമുദ്ര എന്തായിരുന്നു? അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കാഫിറാണ് എന്ന് മുദ്ര കുത്തിയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടാത്ത നേതാക്കന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ കാഫിർ എന്ന മുദ്രകുത്തി അവരുടെ മേൽ വധശിക്ഷ നടപ്പാക്കുക പോലെയുള്ള കാര്യങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. എന്നാൽ തക്ഫീർ, ഒരാളെ കാഫിറാക്കൽ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാണ്. ഇന്ന് ഏറെ അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും ഏതാണ്ട് എല്ലാ പിഴച്ച കക്ഷികളും അവരോട് വിയോജിപ്പുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ആദർശം അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മേൽ വേഗത്തിൽ കാഫിർ എന്ന പദം ആരോപിക്കുന്ന ഒരു പ്രവണത വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് കാന്തപുരം പറഞ്ഞ ചില പരാമർശങ്ങൾ. അദ്ദേഹം മുജാഹിദുകളെയും അതുപോലുള്ള കക്ഷികളെയും ഒരിക്കലും ഞാൻ മുസ്ലിങ്ങളായി കാണുന്നില്ല, അവർ കാഫിറുകളും അതുപോലെ തന്നെ പിഴച്ച കക്ഷികളുമാണ് എന്നൊക്കെ പറഞ്ഞ പരാമർശം നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ ഇനി താഴേക്കിടയിലുള്ള സമസ്ത വിഭാഗം ആളുകളിൽ നിന്നും ധാരാളം പരാമർശങ്ങൾ അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില മുസ്ലിയാക്കന്മാർ BJPക്കും RSSന് പോലും നിങ്ങൾ ഗുണം ചെയ്യുകയാണെങ്കിൽ പോലും അത്തരം ആളുകൾക്ക് ഗുണം ചെയ്യരുത്, അത്തരം ആളുകൾ ബസ്സിൽ കയറിയാൽ അവരുടെ കൂടെ നിങ്ങൾ കയറരുത്, അവരുടെ കാറ്റൊരിക്കലും കൊള്ളാൻ പാടില്ല എന്ന് പോലും പറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. റഹ്മത്തുള്ള ഖാസിമിയെ പോലെയുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം ആളുകളെ കാഫിറാക്കുന്ന മുശ്രിക്കാക്കുന്നവരിൽ ഒന്നാം നമ്പർ ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരു മൗലവിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം കേട്ടുവല്ലോ. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ ഗൗരവം
അത് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ പറയുമ്പോൾ സൂക്ഷ്മത പാലിക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ സമസ്തക്കാരെല്ലാവരും മുശ്രിക്കുകളാണോ, കാഫറുകളാണോ? എത്രയോ ആളുകൾ മൗലൂദിനെയും റാത്തീബിനെയും എതിർത്ത് അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സൗമ്യമായി ശാന്തമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം പണ്ഡിതന്മാരെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ ആക്ഷേപിക്കുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ സൂക്ഷ്മത വേണ്ടിയിരുന്നു. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് എല്ലാവരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. ഈ അടുത്ത് വിവേകമില്ലാത്ത ഏതോ ഒരു മനുഷ്യൻ്റെ പരാമർശം നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായല്ലോ. അതായത് മനുഷ്യരെല്ലാം ബേജാറായി നിൽക്കുന്ന സമയം, കേരളത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിലായിരിക്കുന്ന ആ സമയത്ത് ഒരു ഖുറാഫാത്ത് നടത്തുന്ന ഒരു കേന്ദ്രത്തെക്കുറിച്ച് ആ കേന്ദ്രം ഇതിലൊലിച്ചു പോകേണ്ടിയിരുന്നു എന്നുള്ള ഒരു പരാമർശം, അതൊരു വിവേകമില്ലാത്ത ഒരാൾ പറഞ്ഞത് കാരണം എല്ലാവരുടെ മേലിലും ആ തിരിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അതൊരു ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമായി നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരാൾ പറയുന്നത് കൊണ്ട് ആരാണ് ഇത് പറഞ്ഞത് എന്നോ അവർ എങ്ങനെയുള്ള ആളുകളാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരുടെ പേരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അവരെല്ലാവരും ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും ഇങ്ങനെ പറയുന്നവരാണ് എന്നുള്ള രീതിയിൽ ആരോപിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം പരാമർശങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. കാഫിറാക്കൽ, ഒരാൾ കാഫിറാണോ അവിശ്വാസിയാണോ മുശ്രിക്കാണോ എന്ന് വിധിക്കാൻ അള്ളാഹുവിന് മാത്രമേ അനുവാദമുള്ളൂ. ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധി കൽപ്പിക്കുന്ന ഒരു നാട്ടിലെ ഭരണാധികാരികൾക്കും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും മാത്രമേ അത്തരം കാര്യങ്ങൾ പരാമർശിക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഈ കാഫിർ പരാമർശം എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഒരാളുടെ ഉള്ളും പുറവും അറിയുന്നവൻ അള്ളാഹുവാണ്. ചില ആളുകൾ ഉള്ളിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല, പുറമേക്ക് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഉള്ളിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകും, എന്നാൽ പുറമേക്ക് വേറൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുകയില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ടാകും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച്, ഏതെങ്കിലുമൊക്കെ ആളുകളെക്കുറിച്ച്, ഏതെങ്കിലും ഒരു സംഘടനകളെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ചെയ്യുന്നത് കുഫറാണ് എന്ന ബോധ്യമില്ലാത്ത ചില ആളുകളും അത്തരം കാര്യങ്ങൾ ചെയ്യാം. പലപ്പോഴും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നത് ഒരുതരം ഉജ്മത്തായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതുമൂലമാണ് പല ആളുകളും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാഫിർ എന്ന പദത്തിൽ അക്കാലഘട്ടങ്ങളിലുള്ള അറബികൾ മനസ്സിലാക്കിയതുപോലുള്ള അതിൻ്റെ ഗൗരവവും ആ വാക്കിനെ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊള്ളായ്മയും ഒക്കെ വരുന്ന രീതിയിൽ അങ്ങനെയുള്ള പരാമർശം ചില ആളുകൾ പരാമർശിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആയിട്ടില്ലെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിലും അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഹ്ലുസുന്നയുടെ നിലപാട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അഹ്ലുസുന്നയുടെ നിലപാട് അവിശ്വാസിയായി കാണാനും മുശ്രിക്കിനെ മുശ്രിക്കായി കാണാനും കഴിയുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ന ആളുകൾ, ഇന്ന വ്യക്തി മുശ്രിക്ക്, ഇന്ന വ്യക്തി കാഫിർ, ഇന്ന സംഘടനക്കാർ മുഴുവൻ മുശ്രിക്ക്, ഇന്ന സംഘടനക്കാർ മുഴുവൻ കാഫിർ എന്ന പരാമർശങ്ങൾ പറയുന്നത് അത് വിവേകമുള്ളവരുടെ പരാമർശമായി തോന്നുന്നില്ല. മറിച്ച് സൂക്ഷ്മത പാലിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഗുണം ഏറെ കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. ആരെയെങ്കിലും കുത്തി പറയുകയോ നോവിച്ച് പറയുകയോ വിഷമിപ്പിച്ച് പറയുകയോ ചെയ്യുന്ന
രീതി ഉണ്ടാവുകയല്ല വേണ്ടത്. എന്നാൽ കാര്യങ്ങൾ പറയാതിരിക്കാനും നിർവാഹമില്ല. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടുത്തെ ശത്രുക്കളെക്കുറിച്ച് പേരെടുത്ത് പറയുകയും അല്ലാത്ത നിലക്ക് പറയുകയും ഒക്കെ ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്തരം പരാമർശങ്ങൾ പരാമർശിക്കേണ്ടടുത്ത് പരാമർശിക്കുകയും അത് പറയേണ്ടടുത്ത് പറയുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. എന്നാൽ അടച്ചാക്ഷേപിക്കുന്ന എല്ലാവരും അത്തരത്തിലുള്ള ആളുകളിൽ പെട്ടവരാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി അങ്ങനെയുള്ള ആളിൽപ്പെട്ടതാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മുമ്പുള്ള പിഴച്ചുപോയ കക്ഷികളായ ഖവാരിജികളുടെ ലക്ഷണവും അവരുടെ മുഖമുദ്രയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പറയുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.